ഒന്നും പറഞ്ഞത് മനസ്സിലാകത്തുമില്ല. നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടായി കഴിയുമ്പോൾ ഒരു കന്നിഫലം കിട്ടുമ്പോൾ ഒരു പടവലങ്ങ അല്ല 1 കിലോ പയർ അത് മാതാവിൻ്റെ പള്ളിവാതൊക്കെ കൊണ്ട് നേർച്ചയുടെ ഞായറാഴ്ച ദിവസം കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം അതിൽ ലേലം വിളിക്കും. ഇത് കുർബാനയ്ക്ക് വരുന്നവരെല്ലാം ഇത് കാണും, പാണ്ട്ര ഇന്നാരുടെ ആണല്ലോ പടവലങ്ങ, അല്ല ഒരു കൃഷിക്കാരൻ ചെയ്താണല്ലോ ചേനയും ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് കാണുന്നവന് പിന്നെ ഒരു 4 മൂടി ചെയ്യണമെന്ന് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവും. ചില തലമുറയ്ക്ക് ഇത് അറിയത്തില്ല. ലേലം വിളിക്കുന്നത് എന്നതാ, അവൻ പള്ളിയിൽ പോകുന്നില്ല, അവൻ ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇത് മാതാവിന് കൊടുക്കുമ്പം അതിൻ്റെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴേ തന്നെ 10 തല കൂടുതൽ കൂട്ടുക അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പന്തൽ കണ്ടമാനം കെട്ടിക്കിടക്കും, പന്തൽ കയറി വളയും. നമ്മൾ കൊടുക്കുന്ന പറയുമെന്ന് എന്നാന്ന് വിചാരിക്കല്ലേ. പുതുജീവൻ എന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീമാരെ ഏറ്റെടുത്ത് നടത്തുമോ നല്ല രീതി. ഒരു 10-20 പേര് വിളിക്കും, ഒരു ജീപ്പ് നിറയെ സാധനം അവർക്ക് കൊടുത്തു വിടും. അത് വാഴ കുലയ്ക്കുമ്പം വാഴയുടെ ചെറിയ അന്തും നല്ലത് കൊടുക്കണമെന്നില്ല, അവർക്ക് കറി വെക്കാൻ വേണ്ടിയാണ്. വളഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത 20 രൂപയുടെ സാധനത്തിന് 3 രൂപ 5 രൂപ കിട്ടത്തുള്ളൂ. അവർക്ക് അവത്തെ 2 കൊട്ട കൊടുക്കുമ്പോൾ അവർ അത്രയും 25 എണ്ണത്തിൻ്റെ വിശപ്പടയുമോ. 25 എണ്ണത്തിൻ്റെ വിശപ്പടയുമ്പോൾ നമുക്ക് അതിൻ്റെയായ